നമ്മൾ താജ്മഹലിൻ്റെ തൊട്ടടുത്തേക്കാണ് പോകുന്നത്. ഇടതുവശത്തുള്ള ഒരു വഴിയിലൂടെയാണ് താജിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ഇടതുവശത്ത് കാണുന്ന നമ്മൾ ഈ കാണുന്ന വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഇവിടുത്തെ മസ്ജിദാണ്. താജ്മഹലിൻ്റെ ഇടതുവശത്തായി കാണുന്നത് മസ്ജിദാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം താജ്മഹലിന് അവധിയായിരിക്കും. താജ്മഹലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല. ഈ വെള്ളിയാഴ്ചയിലെ ഉച്ച സമയത്തെ നമസ്കാര സമയത്ത് അവിടെ വിശ്വാസികൾക്ക് മാത്രം ഈ പള്ളി വരെ പ്രവേശനം ഉണ്ടായിരിക്കും. അപ്പോൾ പള്ളിയിൽ നിന്ന് താജിൻ്റെ മനോഹരമായ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, താജ്മഹൽ സന്ദർശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 45 രൂപയാണ്. ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് 45 രൂപയാണ് ചാർജ്. അത് കഴിഞ്ഞ് പിന്നെ ഈ താജ്മഹലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് അവിടെ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയൊക്കെ ശവകുടീരമുണ്ട്. അത് ഒക്കെ സന്ദർശിക്കുന്നതിന് നമ്മൾ 245 രൂപ കൊടുത്ത് വേറൊരു ടിക്കറ്റ് എടുക്കണം. വേറൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ താജ്മഹലിൻ്റെ ഉൾവശത്തേക്ക് കടക്കാം. പക്ഷേ ഉൾവശത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. 245 രൂപ കൊടുക്കേണ്ട ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ താജ്മഹലിൻ്റെ ഉൾവശം കാണാൻ പോവുക. പക്ഷേ താജ്മഹലിൻ്റെ ഉൾവശം കാണാൻ പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല, ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിയില്ല. നമുക്ക് കണ്ട് ഇറങ്ങി വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താജ്മഹലിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇടതുവശത്ത് നിന്ന് ആ മിനാരങ്ങളൊക്കെ നമുക്ക് കാണാം. ആ മിനാരങ്ങളുടെ സൈഡിലുള്ള മിനാരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുറത്തേക്ക് ചരിച്ചാണ് പണിതിരിക്കുന്നത്. ആ പുറത്തേക്ക് ചരിച്ച് പണിതതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂകമ്പമോ കൊടുങ്കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിനാരങ്ങൾ താജ്മഹലിൻ്റെ മേലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പണിതിരിക്കുന്നത്. അപ്പോൾ താജ്മഹലിൻ്റെ തറയാണ് നമ്മൾ കാണുന്നത്. അടുത്ത് കാണിക്കുകയാണ്. ഇതാണ് താജ്മഹലിൻ്റെ തറ. ഒരു 3 ആളുടെ പൊക്കമുണ്ട് താജ്മഹലിൻ്റെ തറയ്ക്ക്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം.